ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റു മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം, സ്വയംവരം, ധനലക്ഷ്മി, സരസ്വതി യന്ത്രം, ത്രിപുരസുന്ദരി, ബാണേശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. 2026 നക്ഷത്രഫലമാണ് പറയുന്നത്. ചതയം നക്ഷത്രത്തെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. വസ്തുതർക്കം പരിഹരിച്ച് അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കും. ഉദ്ദേശിച്ച വിഷയത്തിന് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ചെയ്യുന്നതും പറയുന്നതും ചിന്തിക്കുന്നതുമായ കാര്യങ്ങൾ അനുഭവത്തിൽ വന്നു ചേരുന്നത് വഴി ആശ്ചര്യം അനുഭവപ്പെടും. താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങാൻ അവസരമുണ്ടാകും. അറിവ് മറ്റുള്ളവർക്ക് പകർന്ന് നൽകുന്നതിൽ ആത്മാഭിമാനം തോന്നും. ആത്മീയ ചിന്തകൾ മനോധൈര്യത്തിനും ആത്മവിശ്വാസത്തിനും വഴിയൊരുക്കും. ബന്ധുക്കൾക്കിടയിലുള്ള തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥത വേണ്ടിവരും. ആചാരാനുഷ്ഠാനങ്ങളിൽ താൽപ്പര്യമുള്ള മക്കളുടെ സമീപനത്തിൽ ആത്മാഭിമാനം തോന്നും. തന്ത്രപരമായ നീക്കത്തിലൂടെ കാര്യങ്ങൾ സ്വന്തം വരുതിയിലാക്കും. സ്വകാര്യ സ്ഥാപനത്തിലെ പ്രശ്നങ്ങൾ സമ്മർദ്ദതന്ത്രം മുഖേന പരിഹരിക്കും. കുടുംബ കാര്യങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ കൂട്ടായ ചർച്ചയിലൂടെ പരിഹരിക്കും. അധികാര പരിധി നിലനിർത്തുന്നത് എതിരാളികളെ വിഷമവൃത്തത്തിലാക്കും. അന്യദേശവാസം അവസാനിപ്പിക്കും. സാങ്കേതിക സ്ഥാപനത്തിൽ നിന്നും സ്ഥാനചലനമുണ്ടാകും. കലാരംഗത്ത് ആദരിക്കപ്പെടും. സന്താനത്തിൻ്റെ സാമ്പത്തിക നിയമക്കുരുക്കുകളുടെ തീവ്രത കുറയും. മത്സര രംഗത്ത് സ്വന്തം ചേരിയിലുള്ളവരെ അമ്പരപ്പിക്കും. വസ്തു ഇടപാടിൽ ലാഭവിഹിതം കണക്കു പറഞ്ഞു വാങ്ങും. പുതിയ ഭരണ സംവിധാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ടു ജീവിക്കുവാൻ തയ്യാറാകും. ശുഭസൂചകങ്ങളായ സൽക്കർമ്മങ്ങൾക്ക് ആത്മാർത്ഥമായി സഹകരിക്കും. ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കും. വിഷഭീതി ഉണ്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വേണ്ടപ്പെട്ടവർ തുടങ്ങുന്ന തൊഴിൽ മേഖലയുടെ ഭരണസാരഥ്യം ഏറ്റെടുക്കേണ്ടി വരും. ക്ലേശകരമാകുമെന്നു കരുതിയ പല കാര്യങ്ങളും സുഗമമാകും. സ്വാർത്ഥ താൽപ്പര്യം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് വഴി അപരിചിതരിൽ നിന്ന് ഉപകാരങ്ങൾ വന്നുചേരും. ഗതിവിഗതികൾക്കനുസരിച്ച് ജീവിതം നയിക്കുവാൻ തയ്യാറാകും. ചതയം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ജനുവരി മാസത്തിൽ വാടക വകയിലും മറ്റും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം. പ്രേമകാര്യങ്ങൾ വിവാഹത്തിൽ കലാശിക്കും. കരാർ മുഖേന നേട്ടമുണ്ടാകുന്നതാണ്. വ്യാപാര രംഗത്ത് പ്രകടമായ പുരോഗതി ഉണ്ടാകും. പലതരം ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരും. വ്യാപാരത്തിൽ മന്ദതയുണ്ടാകും. രോഗികൾക്ക് രോഗശാന്തി ലഭിക്കും. ഫെബ്രുവരി മാസമാകുമ്പോഴേക്കും ജോലി സംബന്ധമായി അവനവൻ്റെ ശ്രദ്ധ ആവശ്യമായി വരുമെങ്കിലും അവസരത്തിനൊത്ത് ഉയരാനാകില്ല. ബാങ്കിംഗ് മേഖലയിലുള്ളവർക്ക് പ്രമോഷൻ ലഭിക്കും. സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും. സുഹൃത്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കുന്ന പ്രവണതയുണ്ടാകും. സമൂഹത്തിൽ അപമാനിതരാകാനുള്ള സ്ഥിതിവിശേഷമുണ്ടാകാൻ ചാൻസ് ഉണ്ട്. മാർച്ച് മാസമാകുമ്പോഴേക്കും ദൂരയാത്രകൾ പ്രതീക്ഷിച്ചത്ര ഗുണം ചെയ്യില്ല. ഭാര്യയുടെ ആരോഗ്യനിലയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്നതാണ്. ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ വിജയിപ്പിക്കുക. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ നേതൃസ്ഥാനത്തേക്ക് ഉയരും. ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ രേഖാപരമായി ശ്രദ്ധിക്കണം. ഏപ്രിൽ മാസമാകുമ്പോഴേക്കും ദൂരസ്ഥലത്തുള്ളവർ അവിടുത്തെ ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം വന്നുചേരും. കാലതാമസം നേരിടും. അവനവന് ആത്മസംതൃപ്തി ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. ഓഹരി, ബോണ്ടുകൾ മുതലായവയിൽ പണം മുടക്കിയവർക്ക് അനുകൂല സമയമാണ്. പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കുക മൂലം മനസ്വസ്ഥത നഷ്ടപ്പെടും. മെയ് മാസമാകുമ്പോഴേക്കും കൂട്ടുകച്ചവടത്തിൽ അഭിപ്രായ ഭിന്നത ഉടലെടുക്കും.
പതിവിലും അധികം യാത്രകൾ ചെയ്യേണ്ട സാഹചര്യമുണ്ടാകും. സമൂഹത്തിൽ പുതിയ വ്യക്തികളുമായി ബന്ധം പുലർത്താനിടയുണ്ട്. ഭർത്താവിന് സ്ഥല സംബന്ധമായി ചില പ്രശ്നങ്ങൾ വന്നുചേരും. കടബാധ്യത വർദ്ധിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ജൂൺ മാസമാകുമ്പോഴേക്കും വാദവിഷയവുമായി ബന്ധപ്പെട്ട് അസുഖം വർദ്ധിക്കാനിടയുണ്ട്. കൂടാതെ ചികിത്സ ആരംഭിക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടാകും. വീട്ടിൽ അതിഥികൾ വന്നുകൊണ്ടേയിരിക്കും. ജോലി സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ വന്നുചേരും. തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട സാഹചര്യമുണ്ടാകും. തീപ്പൊള്ളൽ, വിഷബാധ എന്നിവ ഏൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജൂലൈ മാസമാകുമ്പോൾ എത്ര വരുമാനമുണ്ടായാലും പണത്തിന് തിടുക്കം അനുഭവിക്കുന്നതാണ്. എന്നാൽ പെട്ടെന്നു തന്നെ ഇതെല്ലാം തരണം ചെയ്യുന്നതുമാണ്. വിദ്യാരംഗത്ത് ഉയർച്ചയുണ്ടാകും. പല കാര്യങ്ങളും തുറന്നു പറയാനുള്ള പ്രവണതയുണ്ടാകും. ജോലിസ്ഥലത്ത് ശത്രുക്കൾ വർദ്ധിക്കും. അനാവശ്യമായി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കുറയ്ക്കേണ്ടതാണ്. ഓഗസ്റ്റ് മാസമാകുമ്പോൾ പല കാര്യങ്ങളിലും ധീരമായി മുന്നിട്ട് പ്രവർത്തിച്ച് വിജയിക്കും. പ്രയോജനകരമായി ചില സന്ദേശങ്ങൾ ലഭിക്കാനിടയുണ്ട്. ചെറു യാത്രകൾ പ്രയോജനപ്രദമാകും. വീടോ ഭൂമിയോ വാങ്ങിക്കും. ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതാണ്. ബഹുമതി പത്രമോ പാരിതോഷികമോ കിട്ടാനിടയുണ്ട്. സെപ്റ്റംബർ മാസമാകുമ്പോഴേക്കും ഗൃഹത്തിൽ പുതിയ ചില മാറ്റങ്ങൾ വരാനിടയുണ്ട്. പണച്ചിലവ് കൂടും. സന്താനങ്ങൾക്ക് അസുഖങ്ങൾ പിടിപെടാനിടയുണ്ട്. വേലക്കാരിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾ വന്നുചേരും. പിതാവിൻ്റെ സ്വത്തിനെ ചൊല്ലി തർക്കങ്ങളുണ്ടാകും. ജോലിയിൽ സസ്പെൻഷൻ ലഭിക്കാനിടയുണ്ട്. തൻ്റെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കും. അത്തരത്തിലുള്ള പ്രവണത ഒഴിവാക്കേണ്ടതാണ്. ഒക്ടോബർ മാസമാകുമ്പോഴേക്കും പൂർവിക സ്വത്തോ സ്ഥലമോ വീടോ അധീനതയിൽ വന്നു ചേരും. മതപരമായ കർമ്മങ്ങളിൽ പങ്കുകൊള്ളും. ശത്രുക്കളെ മിത്രങ്ങളാക്കി മാറ്റും. വിനോദയാത്രകൾ സംഘടിപ്പിക്കും. സ്ഥാപനങ്ങളിൽ തൊഴിൽ തർക്കങ്ങൾ മൂലം പ്രശ്നങ്ങളുണ്ടാകും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അനുകൂല സമയമാണ്. പകർച്ചവ്യാധികൾ പിടിപെടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നവംബർ മാസമാകുമ്പോഴേക്കും ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ വരുത്തും. ശത്രുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒട്ടേറെ വിഷമതകൾ ഉണ്ടായേക്കാം. ചില വാക്ക് തർക്കങ്ങളും മനോവേദനയും ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ജോലിയിലും വിദ്യാഭ്യാസ രംഗത്തും അഭിവൃദ്ധി ഉണ്ടാകും. സമൂഹത്തിൽ തൻ്റെ പേരിൽ അപവാദങ്ങൾ കേൾക്കാൻ ഇടവരും. മനസ്സ് സദാ വ്യാകുലപ്പെടും. ഡിസംബർ മാസമാകുമ്പോഴേക്കും വ്യക്തിപ്രഭാവം വർദ്ധിക്കും. വാദപ്രതിവാദങ്ങളിൽ താൽപ്പര്യം കാണിക്കും. ആഡംബര വസ്തുക്കൾ, ആഭരണങ്ങൾ തുടങ്ങിയവ അധീനതയിലാകും. സുഹൃത്തുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും വിലപ്പെട്ട സഹായങ്ങൾ ലഭിക്കും. ലേഖനങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ എന്നീ മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് തങ്ങളുടെ കഴിവ് കാണിക്കാനുള്ളൊരു അവസരമാകും. അതുപോലെ തന്നെ സൗമ്യതയും സ്നേഹവും ദൈവിക കാര്യങ്ങളിൽ താൽപ്പര്യവും ത്യാഗശീലവും ചതയം നാളുകാരുടെ പൊതു സ്വഭാവങ്ങളാണ്. സ്വഭാവശുദ്ധിയും സത്യസന്ധതയും ഇവർക്കുണ്ടാകും. ആരോടും കലഹിക്കാതിരിക്കാനും എപ്പോഴും എല്ലാവരോടും സഹകരിച്ച് പ്രവർത്തിക്കാനും താൽപ്പര്യം കാണിക്കും. പുഷ്ടിയുള്ള ശരീരവും വ്യായാമങ്ങളിലും കായിക വിനോദങ്ങളിലും താൽപ്പര്യമുണ്ടാകും. ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും. വാദസംബന്ധവും മൂത്രാശയ സംബന്ധവുമായ അസുഖങ്ങൾ ഇടയ്ക്കൊക്കെ ബാധിക്കും. എന്നിരുന്നാലും ഗൗരവമായ രോഗപീഠയ്ക്ക് സാധ്യത കുറവാണ്. 9 വയസ്സുവരെ രക്തദൂഷ്യ രോഗങ്ങൾ ഉണ്ടാകാം. അതായത് ഈ ത്വക്ക് പരമായുള്ള രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ തുടങ്ങിയവ ചെറിയ തോതിൽ ബാധിക്കാം. ഈ കാലത്ത് ചില അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഈ കാലം അത്ര മെച്ചമല്ല. വിദ്യാഭ്യാസ കാര്യത്തിൽ അല്പം ശ്രദ്ധക്കുറവ് കാണിക്കാനും സാധ്യതയുണ്ട്. 9 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലത്ത് വിദ്യാഗുണം, ആരോഗ്യം, കുടുംബ അഭിവൃദ്ധി, മാതാപിതാക്കൾക്ക് നേട്ടങ്ങൾ തുടങ്ങിയവ സൂചിപ്പിക്കുന്നുണ്ട്. 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള കാലത്ത് യാത്രാക്ലേശം, അധ്വാന കൂടുതൽ തുടങ്ങിയവയും ധനലാഭം, ഭൂമിലാഭം, വീട്, വാഹനം തുടങ്ങിയവയുടെ അനുഭവം മുതലായവയും സൂചിപ്പിക്കുന്നുണ്ട്. 44 വയസ്സിനും 61 വയസ്സിനും ഇടയ്ക്കുള്ള കാലം ശാന്തവും സന്തോഷപൂർണവും ആകാനിടയുണ്ട്. 44 വയസ്സിനും 61 വയസ്സിനും ഇടയിലുള്ള കാലം ശാന്തവും സന്തോഷപൂർണവുമാകാനിടയുണ്ട്. 61 വയസ്സ് മുതൽ 68 വയസ്സ് വരെയുള്ള കാലത്ത് ധനനഷ്ടം, ആരോഗ്യക്കുറവ്, അടുത്ത ബന്ധത്തിലുള്ളവരുടെ വേർപാട് തുടങ്ങിയവയുണ്ടാകാനിടയുണ്ട്. 68 വയസ്സിന് ശേഷം ജീവിതം പൊതുവെ സമാധാനപരമായിരിക്കും. സങ്കുചിത ചിന്തകൾ കുറവായിരിക്കും. പൊതുവെ ഉപകാരപ്രദങ്ങളായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിരോധികളെ സുഹൃത്തുക്കളാക്കി മാറ്റാനും
അസാധാരണമായ സാമർഥ്യമുണ്ടാകും. തീരുമാനങ്ങൾ എടുക്കാൻ സമഗ്രമായി പഠിച്ചതിനു ശേഷം മാത്രമേ അഭിപ്രായം രൂപീകരിക്കൂ. ജീവിതം പൊതുവെ വിജയകരമായിരിക്കും. ഉദ്ദേശിക്കുന്ന മിക്ക കാര്യങ്ങളും സ്ഥിര പരിശ്രമം കൊണ്ട് നേടിയെടുക്കും. ഭാഗ്യം പൊതുവെ അനുകൂലമായിരിക്കും. ബന്ധുക്കളെ സഹായിക്കുമെങ്കിലും അവരിൽ നിന്ന് അകന്നു പോകും. സ്വജനങ്ങളിൽ നിന്ന് കാര്യമായ പ്രയോജനം കിട്ടിയെന്ന് വരികയില്ല. പിതാവിനോട് പല കാര്യങ്ങളിലും വിയോജിക്കും. വിവാഹത്തിന് കാലതാമസം വരാം. കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ താൽപ്പര്യക്കുറവ് കാണിക്കും. ജീവിത പങ്കാളിയുമായി ഇടയ്ക്കിടെ അഭിപ്രായ വ്യത്യാസത്തിനിടയാകും. അസ്വസ്ഥമായ കുടുംബജീവിതമോ വേർവിട്ടുള്ള ജീവിതമോ ഉണ്ടാകാം. ചതയം നാളിൽ ജനിച്ചവർക്ക് വിവാഹ കാര്യത്തിൽ അത്രയൊന്നും താല്പര്യമുണ്ടായില്ലെന്നും വരാം. ചതയം നാളിൽ ജനിച്ച സ്ത്രീകളുടെ ദാമ്പത്യ ജീവിതവും അസ്വസ്ഥമാകുന്നതാണ്. ഭർത്താവിൻ്റെ വേർപാട്, വൈധവ്യം തുടങ്ങിയവ ഉണ്ടാകാവുന്നതാണ്. ഒന്നിച്ചു കഴിഞ്ഞാൽ തന്നെ പല പൊരുത്തക്കേടുകളും അനുഭവപ്പെടും. തീർച്ചയായും കാര്യങ്ങളെല്ലാം ദൈവസന്നിധിയുമായി നമ്മളെപ്പോഴും ഉപാസന പോലെ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. 2026 എല്ലാം കൊണ്ടും ചതയ നക്ഷത്രക്കാർക്ക് അനുഗ്രഹവേദ്യമാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.